ഭഗവത്ഗീതയിലെ ഏറ്റവും വിഷമം പിടിച്ച 2 യോഗാവസ്ഥയെക്കുറിച്ചാണ് ഇന്നിവിടെ ചോദ്യങ്ങൾ കൂടെ ചോദിച്ചത്. ഒന്ന് കർമ്മയോഗവും ഒന്ന് ജ്ഞാനയോഗവും. എങ്ങനെ കർമ്മം അനുഷ്ഠിക്കണം, എങ്ങനെ കർമ്മത്തെ യോഗമാക്കി മാറ്റാം, ഈ 2 വിഷയങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം കർമ്മം ചെയ്യാൻ എന്നുള്ള ഒരു മഹനീയമായ തത്വമാണ് ഗീത ആവിഷ്കരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കർമ്മത്തെക്കുറിച്ചും കർമ്മയോഗത്തെക്കുറിച്ചുമുള്ള ശ്രദ്ധ നന്നായി ഉണ്ടായിട്ടുണ്ട് എന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് നിങ്ങൾ മാത്രമല്ല, ഇത് കേൾക്കുന്നവർക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ ഗീത വായിക്കാനും പഠിക്കാനും അതിൽ കൂടി കർമ്മവും കർമ്മയോഗവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിട്ട് യോഗത്തിൽ ഇരുന്നു കൊണ്ട് കർമ്മം ചെയ്യാൻ സാധിക്കണം. അതേപോലെ ജ്ഞാനം നേടുമ്പോൾ അറിവ് എവിടുന്നാണ്, ഏതറിവാണ്? എത്രയോ തരം അറിവുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഏതറിവാണ് നേടേണ്ടത്? എല്ലാ അറിവും നേടേണ്ടതാണ്. ഏതറിവാണ് ഉപയോഗപ്രദമായി മാറുന്നത്? ബാക്കിയൊക്കെ നമുക്ക് അപ്പം ഉപയോഗിച്ച് വിടാം. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം എന്നുള്ളൊരു ജ്ഞാനമാണ്. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, അതും അറിവ് തന്നെയാണ്. ഇങ്ങനെ എത്ര അറിവുണ്ട്, അതൊക്കെ അറിഞ്ഞ് ഉപയോഗിച്ച് കളയും. പക്ഷേ നഷ്ടപ്പെടാതെ അന്ത്യനിമിഷം വരെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ജ്ഞാനമുണ്ട്, ഒരറിവുണ്ട്. അതിനെയാണ് ഗീത ശരിയായിട്ട്. അതുകൊണ്ടാണ് ഭസ്മഫത്കുരുതേ അർജുന, ബാക്കി എല്ലാത്തിനെയും ഭസ്മമാക്കി മാറ്റിയിട്ട് അന്തിമ നിമിഷം വരെ കൂടെ നിൽക്കുന്ന ഒരു ജ്ഞാനമുണ്ട്. അതാണ് ആത്മജ്ഞാനം. അതാണ് ഞാൻ ഈശ്വരനാണെന്നുള്ള അവബോധത്തിൻ്റെ കരുത്ത്. ആ കരുത്ത് നമ്മിലുണ്ടെങ്കിൽ മാത്രമേ ജ്ഞാനം സഫലീകരിക്കാൻ പറ്റുള്ളൂ. ഇതുകൊണ്ട് കർമ്മത്തെക്കുറിച്ചും ഇപ്പം നിങ്ങൾ പഠിക്കുന്ന എത്ര വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്, അതൊക്കെ അറിവുകളാണ്. പക്ഷേ ഈ അറിവൊക്കെ ഒന്നുകിൽ പരീക്ഷ കൊണ്ട് അവിടെ തീരും, അല്ലെങ്കിൽ ചിലർക്ക് ചില ജോലി ചെയ്യുമ്പോൾ ജോലിയിൽ ഉപയോഗിക്കാം, അതുകൊണ്ട് തീരും. അതിൽ നിന്ന് റിട്ടയർഡായാൽ പിന്നെ ആ ജ്ഞാനവുമില്ല. അപ്പം പിന്നെ എന്താണ് കയ്യിലുള്ളത്? ഈ ആത്മജ്ഞാനം മാത്രമേ അന്തിമ നിമിഷം വരെ കൂടെ നിൽക്കത്തുള്ളൂ. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം എന്ന് ഓരോ സമയവും ജ്ഞാനത്തിൻ്റെ മാഹാത്മ്യം ഗീത മനോഹരമായി ഗീതയിൽ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്.